നമ്മുടെ CGL എക്സാമുമായി ബന്ധപ്പെട്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഒന്നാമത് നമുക്ക് ഒരു അപ്ഡേറ്റ് SSCൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്ന ഉടനെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നമ്മൾ ഈ കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. SSC CGLൻ്റെ ലാസ്റ്റ് ഡേറ്റ് 25-ാം തീയതി ജൂൺ മാസം വരെ നീട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓൾറെഡി ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും പറയുകയാണ്, ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മൈ SSC എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ആൻഡ്രോയിഡിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. ആൻഡ്രോയിഡ് ഡിവൈസ് യൂസ് ചെയ്യുന്നവർക്ക് ലഭിക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. iOS അതായത് ആപ്പിൾ യൂസ് ചെയ്യുന്നവർക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്തിട്ട് അങ്ങനെയല്ലേ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിലൂടെ കയറി ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു നോട്ടീസ് വന്ന സമയത്ത് അതിൽ പറഞ്ഞതാണ് ആകെ മൊത്തം അപേക്ഷകർ ഇതുവരെ വന്നിട്ടുള്ളതിൽ വെച്ചിട്ട് 28 ലക്ഷത്തിൽ കൂടുതൽ പേരാണ്, മോർ ദൻ 28 ലക്ഷത്തിൽ കൂടുതൽ 28 lakh പ്ലസ് കാൻഡിഡേറ്റ് ആണ് ഇപ്പോൾ നിലവിൽ അപേക്ഷിച്ചിട്ട്. അതായത് ജൂൺ മാസം 22-ാം തീയതി ആയിരുന്നു ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അന്നത്തേക്ക് ഒരുപാട് കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ SSCൻ്റെ തന്നെ SSC GDൻ്റെ റിസൾട്ട് ആൻസർ കീ വരുന്നു. അത് ഒരുപാട് കുട്ടികൾ കയറി നോക്കേണ്ട കാര്യങ്ങൾ അത് ചെയ്യുന്നു. പിന്നെ DP ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിൻ്റെ ആൻസർ വരുന്നു, അത് നോക്കുന്നു. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കയറി വന്നതുകൊണ്ട് തന്നെ നമ്മുടെ SSCൻ്റെ CGL അപേക്ഷിക്കുന്ന കുട്ടികൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സൈറ്റ് കുറച്ച് കിട്ടാത്തൊരവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ SSC ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നീട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഇനി നിങ്ങൾക്ക് 25/6/2026 ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും അപേക്ഷിക്കുക. പിന്നെ ഇവിടെ വന്നിട്ടുള്ള രണ്ടാമത്തെ അപ്ഡേറ്റ്, ഒന്ന് ടൈം മാറ്റി പിന്നെ അപേക്ഷകരുടെ എണ്ണം കാണിച്ചു. പിന്നെ വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ദിവസം എക്സ്ട്രാ നൽകുന്നുണ്ട്. ആർക്കൊക്കെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള, പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത്, പുതിയൊരു ഡേറ്റിൽ വേറൊരു മാറ്റം വന്നിട്ടുള്ളത്, ഒരു ദിവസം മാത്രമേ കേട്ടോ പേയ്മെൻറ്റ് ചെയ്യാനുള്ള എക്സ്ട്രാ 26/6/2026 എക്സ്ട്രാ നൽകുന്ന ഒരു ദിവസമുണ്ട്. അതുപോലെ തെറ്റുകൾ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് 1/7/2026 മുതൽ 3/7/2026 വരെ ഒരു സമയം മാറ്റിയിട്ടുണ്ട്. മുമ്പ് ഇതായിരുന്നില്ല നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത്, കാരണം ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ മാറിയല്ലോ. അപ്പോൾ ചെറിയൊരു സ്ലൈഡ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡേറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ട് അത് തിരുത്താനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ മാറ്റങ്ങളൊന്നും ഇതിലില്ല കേട്ടോ. ഈ നോട്ടീസ് വന്നു, ഡേറ്റ് മാറ്റി എന്നുള്ളത് കൊണ്ട് വേറെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലോ ഏജിലോ യാതൊരു മാറ്റവും ഇല്ല. അതൊക്കെ മുമ്പ് വന്ന നോട്ടീസ് പോലെ തന്നെ മുമ്പ് വന്നിട്ടുള്ള നോട്ടീസ് പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിൽ മാറ്റങ്ങളുമായി പറയുകയാണെങ്കിൽ അത് അൺചേഞ്ച്ഡ് ആണ്, അതിൽ മാറ്റങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമായതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ അറിയിച്ചെന്നേ ഉള്ളൂ. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഇതുപോലെ പ്രോപ്പറായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും.